അമ്മയാണ് 3 വയസ്സായപ്പോൾ അക്ഷരം എഴുതിപ്പിച്ചിട്ട് അമ്മ തന്നെ ആദ്യം വായിക്കാൻ പഠിപ്പിച്ചത് ബൈബിളാണ്. ബൈബിളാണ്. ഇത്രയും കഷ്ടപ്പെട്ട് മത്സരിക്കാൻ ഒരു താല്പര്യത്തോടെ വന്ന് രണ്ടാമത്തെ ചോദ്യത്തിൽ പുറത്തു പോകുമ്പോഴുള്ള സങ്കടം, അത് സാരമില്ല. സങ്കടം തോന്നുന്നുണ്ടോ? ഇല്ല, സങ്കടമൊന്നും വരുന്നില്ല. സങ്കടമൊന്നുമില്ല. ഇല്ല. മാറ്റി പറയാമോ ഉത്തരം? മാറ്റണ്ട, നമുക്ക് ഇത് ഉത്തരം ശരിയാണോ നമുക്ക് പരിശോധിക്കാം. ഞങ്ങൾ ഇവിടെ നിന്ന് ചോദിക്കേണ്ടി വന്ന സ്ത്രീയെ എന്ന് അറിയുന്ന ഞാനൊന്ന് വിയർത്ത് വിടുന്ന. വിശ്വമാനവികതയെ മനുഷ്യത്വത്തിന്റെ, സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ സന്ദേശത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ അതുല്യ ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ബാംഗ്ലൂർ അവതരിപ്പിക്കുന്ന ബൈബിൾ ബ്രെയിൻസിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ, +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്തിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിനും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്തിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473727226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. കഴിഞ്ഞ ആഴ്ചയിലെ പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ശരിയുത്തരം പാനപാത്രവാഹകൻ. ആദ്യം ഉത്തരമയച്ചത് ലീനു മോൾ ടി ജോർജ്, കോട്ടയം. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. നീതി നിഷേധമാണ് ലോകത്തിലെല്ലായിടത്തും കാണുന്നത്. നമ്മുടെ ഇടയിലും കാണും നീതി നിഷേധിക്കപ്പെട്ട നിരവധി ആളുകൾ. നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ രക്ഷകൻ വരെ നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് പല കോടതികളിൽ. കള്ളസാക്ഷികൾ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട്, പക്ഷേ ഒടുവിൽ നാം തന്നെ നീതീകരിക്കപ്പെടും. കല്ലറയ്ക്കകത്തു നിന്ന് ഉയർത്തെഴുന്നേറ്റ് ആ സത്യം വെളിപ്പെടുത്തിയതുപോലെ എവിടെല്ലാം നിഷേധിക്കപ്പെട്ടോ അവിടെ നിന്നെല്ലാം ഒരു തിരിച്ചെഴുന്നേൽപ്പുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. ബൈബിൾ ബ്രെയിൻസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മളോടൊപ്പം ഇന്ന് ഒരു മത്സരാർത്ഥിയുണ്ട്. മത്സരാർത്ഥിയെ നമുക്ക് പരിചയപ്പെടാം. ബൈബിൾ ബ്രെയിൻസിലേക്ക് സ്വാഗതം. എന്താണ് പേര്? എവിടെ നിന്നാണ് വരുന്നത്? എന്ത് ചെയ്യുന്നു? എന്റെ പേര് ഷീജ. മുഴുവൻ പേര് ഷീജ ജേക്കബ്. ഷീജ ജേക്കബ്. അതെ. ഞാന് തിരുവല്ലയിലെ കല്ലുപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. എന്റെ ജന്മസ്ഥലം തിരുവല്ലയാണ്. ഭർത്താവുമായിട്ട് കല്ലുപ്പാറയിലാണ് താമസിക്കുന്നത്. ഞാൻ നേരത്തെ ടീച്ചറായിരുന്നു. നോർത്ത് ഇന്ത്യയില് CBSE സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു. ഇപ്പോഴ് കുട്ടികളെ സ്പെഷ്യൽ ട്യൂഷൻ ചെയ്യുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിൽ എവിടെയാണ് പ്രവർത്തിച്ചിരുന്നത്? UP, രാജസ്ഥാനില്. UPയിലും
രാജസ്ഥാനിലും അവിടെ മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള സ്കൂളുകളായിരുന്നു. മിഷണറിമാരുടെ സ്കൂള് തന്നെയായിരുന്നു. മിഷൻസിന്റെ സ്കൂളുകളിലാണ് പ്രവർത്തിച്ചത്. യുപിയില് അവസാനം ഒരു സ്കൂളിൽ പഠിപ്പിച്ചത് ഈ പാണ്ഡെ എന്ന് പറയും, അവിടുത്തെ ബ്രാഹ്മിൻസ് ആണ്, അവരുടെ സ്കൂളായിരുന്നു. അവരുടെ മലയാളികൾ നടത്തുകയായിരുന്നു. പിന്നീട് ബീഹാറിലും പോയി. ബീഹാറിൽ എവിടെ, ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്ന് ഓർക്കുന്നുണ്ട്? പാട്നയില് ഭക്തിയാർപൂർ എന്ന് പറയുന്ന ജില്ല, അവിടെ സെന്റ് തോമസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾ എന്ന് പറയുന്നു, ഒരു പാസ്റ്റർ ഫാമിലി ആയിരുന്നു, അവരുടെ സ്കൂളായിരുന്നു. അവിടുത്തെ റയാൻ ഇന്റർനാഷണൽ പബ്ലിക് സ്കൂളിലായിരുന്നു പഠിപ്പിച്ചിരുന്നത്. മികച്ചൊരു അധ്യാപികയാണ്. രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തു. ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ബൈബിൾ ക്വിസിൽ പങ്കെടുക്കാം എന്നൊരു ചിന്തയുണ്ടായത്? ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുന്നത് സമ്മാനം വേണമെന്നുള്ള ആഗ്രഹമല്ല, പൊതുവെ നമ്മുടെ ദൈവികമായിട്ടുള്ള അറിവ് ഒന്ന് പ്രയോജനപ്പെടുത്തും. സമ്മാനം വേണ്ട കേട്ടോ. സമ്മാനം ലഭിക്കുമ്പോ അത് ദൈവനിശ്ചയം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ എന്ത് വിചാരിച്ചാലും നമ്മൾ വിചാരിക്കുന്നതിന് ദൈവത്തിന്റെ വിചാരത്തിന് എതിരാണല്ലോ. അപ്പൊ ദൈവത്തിന്റെ ഹിതം എന്താണ്, അത് നടക്കട്ടെ. അപ്പൊ സമ്മാനം കൊണ്ടേ പോകൂ എന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ നമുക്ക് മത്സരത്തിലേക്ക് പോകാം. മത്സരത്തിന്റെ പാറ്റേണിനെ കുറിച്ച് അറിയാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. എങ്കിലും ഒരിക്കൽ കൂടെ പറയുകയാണ്, നമുക്ക് മുഴുവൻ 12 ചോദ്യങ്ങളാണുള്ളത്. 500 രൂപയിൽ തുടങ്ങി 10,000 രൂപയിൽ അവസാനിക്കുന്ന 12 ചോദ്യങ്ങൾ. ആദ്യത്തെ റൗണ്ടിൽ 4 ചോദ്യങ്ങൾ, അതിനുത്തരം പറഞ്ഞാൽ 1000 രൂപയുടെ സേഫ് സോണിൽ. രണ്ടാമത്തെ റൗണ്ടിൽ 4 ചോദ്യങ്ങൾ, അതിനും ഉത്തരം പറഞ്ഞാൽ 3000 രൂപയുടെ സേഫ് സോണിൽ. മൂന്നാമത്തെ റൗണ്ടിൽ 3 ചോദ്യങ്ങൾ, അതിനുത്തരം പറഞ്ഞാൽ 6000 രൂപയുടെ സേഫ് സോണിൽ. ഒടുവിൽ 10,000 രൂപയുടെ ബമ്പർ ചോദ്യം, അതിനുത്തരം പറഞ്ഞാൽ 10,000 രൂപയുമായി ടീച്ചർക്ക് മടങ്ങിപ്പോകാം. അപ്പൊ അതിന് കഴിയട്ടെ. മത്സരത്തിലേക്ക് നമുക്ക് പോകാം. മുന്നിലേക്ക് പോകാമല്ലോ. മറ്റ് ചോദ്യങ്ങളോ പാറ്റേണുകളോ സംബന്ധിച്ച് ഒരു വിധത്തിലുള്ള ആശങ്കയുമില്ല. പറയാൻ പറ്റില്ല. അല്ല, ഈ രൂപരേഖ സംബന്ധിച്ച് ആശങ്കകളൊന്നുമില്ലല്ലോ. 12 ചോദ്യങ്ങൾ, റൗണ്ടുകൾ, അതെല്ലാം മനസ്സിലായി. അപ്പൊ ധൈര്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഒന്നാമത്തെ റൗണ്ടിലെ ഒന്നാമത്തെ ചോദ്യം, ആകാശം എന്തിനെ വർണ്ണിക്കുന്നു എന്നാണ് സങ്കീർത്തനകർത്താവ് പറയുന്നത്? ഓപ്ഷൻ എ ദൈവത്തിന്റെ കൈവേലയെ, ഓപ്ഷൻ ബി യഹോവയുടെ സൃഷ്ടിയെ, ഓപ്ഷൻ സി ദൈവത്തിന്റെ മഹത്വത്തെ, ഓപ്ഷൻ ഡി യഹോവയുടെ പ്രവൃത്തിയെ. ആകാശം എന്തിനെ വർണ്ണിക്കുന്നുവെന്ന് സങ്കീർത്തനം പറയുന്നു? ഓപ്ഷൻ സി ദൈവത്തിന്റെ മഹത്വത്തെ. ഓപ്ഷൻ സി ദൈവത്തിന്റെ മഹത്വത്തെ ഉറപ്പിക്കുകയാണ്. ദൈവത്തിന്റെ കൈവേലയല്ല. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. സങ്കീർത്തനം അങ്ങനെ തന്നെയാണ്. ഓപ്ഷൻ സി ദൈവത്തിന്റെ മഹത്വം എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. ആ സങ്കീർത്തനത്തിന്റെ ആ വരി ഓർക്കുന്നുണ്ടോ? ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അപ്പൊ അറിയാം കൈവേലയല്ല എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്നാണ്. ആ ഉത്തരം ശരിയാണോ? ആ ഉത്തരം വളരെ ശരിയാണ്. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകി 500 രൂപയുടെ സമ്മാനത്തുകയിൽ എത്തിയിട്ടുണ്ട്. അത് ശാശ്വതമാകണമെങ്കിൽ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം, മഗ്ദലക്കാരത്തി മറിയിൽ നിന്ന് യേശു പുറത്താക്കിയ ഭൂതങ്ങൾ എത്ര? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 2. എത്ര ഭൂതത്തെയാണ് മഗ്ദലക്കാരത്തി മറിയിൽ നിന്ന് യേശു പുറത്താക്കിയത്? ചിന്തിക്കാം. അല്പം കൂടുതലാണെന്നൊക്കെ ചിന്തയിൽ ഒക്കെ ചിന്തിച്ച് എത്ര ഭൂതങ്ങളായിരിക്കും? സാധാരണ പണ്ട് ലഗ്യോൻ പോലെയുള്ള എണ്ണം കൂടിയ ഭൂതങ്ങൾ 6000 ഒക്കെ പോകുന്നതാണ്. കുറഞ്ഞ ഭൂതങ്ങൾ ആർക്കും ഇല്ല എന്ന് ചിന്തിച്ചാൽ ഒരു സംശയമുണ്ട്. 5 ആണോ 7 ആണോ എന്നൊരു സംശയമുണ്ട്. ഏതെങ്കിലും ലോക്ക് ചെയ്തോ? അപ്പൊ സംഖ്യ കൂടി ഏതെങ്കിലും ഒക്കെ ലോക്ക് ചെയ്ത് 7. ഓപ്ഷൻ സി 7 ഉറപ്പിക്കാം. ഓപ്ഷൻ സി 7 ഉത്തരം ഉറപ്പിക്കുകയാണ്. മഗ്ദലക്കാരത്തി മറിയിൽ നിന്ന് കർത്താവ്
7 ഭൂതങ്ങളെയാണോ പുറത്താക്കിയത്? ഏതായാലും ഉത്തരം പറഞ്ഞു. ഇനി ഇതിനകത്തൊന്നും പുറത്തു പോകാൻ പറ്റത്തില്ല. സാരമില്ല. ഇത്രയും കഷ്ടപ്പെട്ട് മത്സരിക്കാൻ ഒരു താല്പര്യത്തോടെ വന്ന് രണ്ടാമത്തെ ചോദ്യത്തിൽ പുറത്തു പോകുമ്പോഴുള്ള സങ്കടം, അത് സാരമില്ല. സങ്കടം തോന്നുന്നുണ്ടോ? ഇല്ല, സങ്കടമൊന്നും വരുന്നില്ല. സങ്കടമൊന്നുമില്ല. ഇല്ല. പ്രേക്ഷകർക്കുള്ള ചോദ്യം കൊടുത്തിട്ട് ഞാൻ മടങ്ങി വരാം. നമുക്ക് നോക്കാം. അതുവരെ ആലോചിക്കും ഞാൻ പറഞ്ഞത് ശരിയാണോ ഇല്ലയോ എന്ന്. പ്രേക്ഷകരെ, നിങ്ങൾക്കുള്ള ഉത്തരത്തിലേക്ക് നയിക്കുന്ന ഒന്നാമത്തെ സൂചനയാണ്. എല്ലാ തവണയും പറയാറുള്ളത് പോലെ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഉത്തരം നിങ്ങൾ സമർപ്പിക്കുക. പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ രേഖപ്പെടുത്തുക. നിങ്ങൾക്കുള്ള ഉത്തരത്തിന്റെ ഒന്നാമത്തെ സൂചന ഇതാണ്. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ഒന്നാം സൂചന: മനോഹരവും ഭംഗിയേറിയതുമായിട്ടാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത്. കാണാനുള്ള ഭംഗി മാത്രമല്ല, മറ്റു പല സവിശേഷതകളും എനിക്കുണ്ട്. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. മടങ്ങി വരാൻ നമുക്ക്. നെഞ്ചിടിപ്പ് കൂടുന്നുണ്ടോ? ഇല്ല. പരാജയപ്പെട്ടാലും കുഴപ്പമില്ല. എന്നാൽ നമുക്ക് പരിശോധിക്കാം. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി 7 എന്നുള്ളതാണ്. 7 ഉത്തരം ശരിയാണോ? ഓപ്ഷൻ സി 7 ഉത്തരം ശരിയാണ്. മിക്കവാറും ഈ തുക എനിക്ക് തന്നിട്ട് പോകേണ്ട വരും. 600 രൂപയിലേക്ക് സമ്മാനത്തുക ഉയർന്നിട്ടുണ്ട്. മുമ്പിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം: പുതിയ നിയമ ലേഖനകർത്താവ് അല്ലാത്തത് ഇവരിൽ ആരാണ്? ലേഖനം എഴുതിയിട്ടില്ലാത്തത് ഇവരിൽ ആരാണ്? ഓപ്ഷൻ എ യോഹന്നാൻ, ഓപ്ഷൻ ബി മത്തായി, ഓപ്ഷൻ സി പൗലോസ്, ഓപ്ഷൻ ഡി യാക്കോബ്. ഇവരിൽ ആരാണ് ലേഖനം എഴുതിയിട്ടില്ലാത്തത്? ലേഖനമാണ്, സുവിശേഷങ്ങളല്ല. പൗലോസ് ലേഖനം എഴുതിയിട്ടില്ലേ? ലേഖനം എഴുതിയിട്ടില്ലാത്തത് എഴുതിയവരല്ല, എഴുതാത്തവര്. മത്തായി. ബി മത്തായി. ഉറപ്പിക്കാമല്ലോ. ചോദ്യങ്ങള് ശ്രദ്ധിക്കുക, ഉത്തരങ്ങളും ശ്രദ്ധിക്കുക, ടെൻഷൻ അടിക്കണ്ട, സമയമെടുക്കുക. ഓപ്ഷൻ ബി ഉറപ്പിക്കുകയല്ലേ? ഓപ്ഷൻ ബി മത്തായി ഉത്തരം ഉറപ്പിക്കുകയാണ്. ഇനി ചോദ്യങ്ങളിലേക്ക് പോകുമ്പോ പെട്ടെന്ന് ടെൻഷൻ ഒന്നും വേണ്ട. ആ സീറ്റിലിരിക്കുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടാവും. വെപ്രാളം വേണ്ട, സമയമെടുക്കുക, സമാധാനത്തോടെ നോക്കുക, ഉത്തരം പറയുക. മത്തായി സുവിശേഷമാണ് എഴുതിയിട്ടുള്ളത്. ലേഖനം എഴുതിയിട്ടില്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് മനസ്സിലാക്കുന്നു ടീച്ചർ? അതെ, യോഹന്നാനും ലേഖനം എഴുതിയിട്ടുണ്ട്. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. പിന്നെ യൂദ, വെളിപ്പാട്, യോഹന്നാന് വെളിപ്പാടുണ്ടായത്. അതൊക്കെ യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ലേഖനമാണ്. ഉത്തരം പരിശോധിക്കാം. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി മത്തായി. ഉത്തരം ശരിയാണോ? ഓപ്ഷൻ ബി മത്തായി ഉത്തരം വളരെ ശരിയാണ്. 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി 800 രൂപ സമ്മാനത്തുകയിൽ എത്തിയിട്ടുണ്ട്. നാലാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യത്തെ റൗണ്ടിലെ നാലാമത്തെ ചോദ്യം. ശ്രദ്ധയോടെ വേണം ഉത്തരം പറയാൻ. നാലാമത്തെ ചോദ്യം: താഴെ പറയുന്നവരിൽ ഒരാളുടെ മാത്രം ഭാര്യയായിരുന്നതായി പറയപ്പെടുന്നത് ആരാണ്? ഒരാളുടെ മാത്രം. ഓപ്ഷൻ എ ബത്ശേബ, ഓപ്ഷൻ ബി അബീഗയിൽ, ഓപ്ഷൻ സി നെവോമി, ഓപ്ഷൻ ഡി രൂത്ത്. ഒരാളുടെ മാത്രം ഭാര്യയായിരുന്നത് ആരാണ്? ആലോചിക്കാം. സി നവോമി. ഉറപ്പിക്കാം. ഓപ്ഷൻ സി നവോമി ഉത്തരം ഉറപ്പിക്കാം. ആദ്യത്തെ റൗണ്ടായിരുന്നു. കുറച്ചുകൂടെ ചിന്തിച്ചും സമയമെടുത്തും ഒക്കെ മത്സരിക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ റൗണ്ട് ഫിനിഷ് ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നേനെ. വിവേകത്തോടുകൂടെ പങ്കെടുക്കാമായിരുന്നു. മാറ്റണ്ട, നമുക്ക് ഇത് ഉത്തരം ശരിയാണോ നമുക്ക് പരിശോധിക്കാം. മാറ്റണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓപ്ഷൻ
ബേത്ശേബ ഊരിയാവിന്റെ ഭാര്യയായിരുന്നു. അബീഗയിൽ നാബാലിന്റെ ഭാര്യയായിരുന്നു. രൂത്ത് മഹ്ലോന്റെ ഭാര്യയായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. മഹ്ലോനോ കില്ലിയോനോ ആരെങ്കിലും ഒരാൾ ഭാര്യയായിരുന്നു. രൂത്ത് പിന്നീട് വിവാഹം കഴിച്ചത് ആരെയാണ്? ബോവസിനെയാണ് രൂത്ത് പിന്നീട് വിവാഹം കഴിച്ചത്. നവോമിക്കാണെന്ന് തോന്നുന്നു, ഉറപ്പിക്കാം അല്ലെ? ഇപ്പൊ നമുക്ക് നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി നവോമി. ഉത്തരം ശരിയാണോ? ഓപ്ഷൻ സി നവോമി ഉത്തരം ശരിയാണ്. നവോമിക്ക് മാത്രം വേറെ ഹസ്ബൻഡിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല. ആ. ഏതായാലും ഒരു വിധത്തിൽ വല്ല വിധേനയും പുനരുത്ഥാനം വേണമെന്ന് പൗലോസ് പറഞ്ഞതുപോലെ രക്ഷപ്പെട്ടു. ഒന്നാമത്തെ റൗണ്ട് കൃത്യമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. ടീച്ചർക്കൊരു ടെൻഷനുണ്ട്, ടീച്ചർക്കൊരു പെട്ടെന്നൊരു ആവേശമുണ്ട്. രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകുമ്പോൾ ടൈമർ കണ്ട് പേടിക്കണ്ട, ആലോചിച്ച് ഉത്തരം പറയാനുള്ള അവസരമുണ്ട്. അപ്പൊ ചിന്തിക്കുക, ആലോചിക്കുക, ഉത്തരം കൃത്യമായിട്ട് പറയാൻ പരിശ്രമിക്കുക. ചെറിയ സഹായങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും, എങ്കിലും ഒരു പരിധി വിട്ടുള്ള സഹായങ്ങൾ ഉണ്ടാകുന്നതല്ല. ഞാൻ പറയുന്നതൊക്കെ ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ ഉത്തരം കിട്ടിയെന്ന് വരാം, ചിലപ്പോൾ തെറ്റിച്ചെന്നും വരാം. എന്നെ രണ്ടു വിധത്തിലും സൂക്ഷിച്ചോണം, എല്ലാ വിധത്തിലും സഹായിച്ചെന്ന് വരില്ല. അപ്പം നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. രണ്ടാമത്തെ റൗണ്ടിൽ പോകുമ്പോൾ 2 ഓപ്ഷനാണ് മുൻപിലുള്ളത്. പഴയ നിയമത്തിൽ നിന്നാണോ ചോദ്യങ്ങൾ, പുതിയ നിയമത്തിൽ നിന്നാണോ ചോദ്യങ്ങൾ? ഏത് നിയമത്തിൽ നിന്ന് ചോദ്യങ്ങൾ വേണം? പുതിയ നിയമം. പുതിയ നിയമം എളുപ്പമായതുകൊണ്ടല്ലേ തെരഞ്ഞെടുത്തത്? പഴയ നിയമത്തിൽ നിന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഇപ്പൊ ഒന്നും വലുതായിട്ട് എന്നാ വായിക്കുന്നത് മുഴുവൻ പഴയ നിയമമാണ്. പുതിയ നിയമം കുറവാണ് വായന, കിട്ടുന്നതെല്ലാം പഴയ നിയമത്തിൽ നിന്നാണ്. പക്ഷെ ചോദ്യം വരുമ്പം ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി. ചോദ്യം വരുമ്പോ പുതിയ നിയമമായിരിക്കും എളുപ്പം എന്നൊരു ചിന്ത ഉണ്ട്. നമുക്ക് നോക്കാം. കാരണം പ്രവചന പുസ്തകങ്ങളൊക്കെ ഈയിടെ എല്ലാം വായിച്ചുകൊണ്ടിരിക്കുന്നു കൂടുതൽ. പിന്നെ പഴയ നിയമമായിരുന്നു നല്ലത്. ഏതായാലും പുതിയ നിയമം നമുക്ക് ഓപ്ഷൻ ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ നിയമം മുമ്പിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം, പുതിയ നിയമത്തിൽ നിന്ന് യേശുവിന്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ സൗഖ്യം വരുമെന്ന് പറഞ്ഞ സ്ത്രീ താഴെ പറയുന്നവർ ആരാണ്? ഓപ്ഷൻ എ മഗ്ദലക്കാരത്തി മറിയ, ഓപ്ഷൻ ബി കൂനിയായ സ്ത്രീ, ഓപ്ഷൻ സി രക്തസ്രവമുള്ള സ്ത്രീ, ഓപ്ഷൻ ഡി നയീനിലെ വിധവ. ഇവരിൽ ആരാണ് യേശുവിന്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു? സി രക്തസ്രാവമുള്ള സ്ത്രീ. ഓപ്ഷൻ സി രക്തസ്രവമുള്ള സ്ത്രീ ലോക്ക് ചെയ്യാം. ഓപ്ഷൻ സി ഉറപ്പിക്കുന്നു. ആ ഉത്തരത്തിൽ സംശയമൊന്നുമില്ല, കോൺഫിഡന്റ് ആണ്. ചോദ്യം നല്ലപോലെ വായിച്ചു വേണം ഓരോ ഉത്തരങ്ങളും നൽകാൻ. പറയുന്നുണ്ടല്ലോ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിലും ഒന്ന് തൊട്ടാൽ സൗഖ്യമാകുമെന്ന് ഇങ്ങനെ ചിന്തിച്ചു. അപ്പൊ കർത്താവിന്റെ വസ്ത്രത്തെ തൊട്ടു. അപ്പൊ കർത്താവ് തിരിഞ്ഞു ചോദിക്കുന്നുണ്ട്, ആരാണ് എന്റെ വസ്ത്രത്തെ തൊട്ടേന്ന്. ആ ഭാഗങ്ങൾ നല്ലപോലെ അറിയാവുന്നതാണ്. അപ്പൊ കർത്താവിന്റെ നിന്ന് ശക്തി പുറപ്പെട്ടു. അപ്പൊ അതുകൊണ്ടാണ് കർത്താവ് പെട്ടെന്ന് ചോദിച്ചത്, ആരാണ് എന്റെ വസ്ത്രത്തെ തൊട്ടതെന്ന് ചോദിച്ചത്. അപ്പൊ നമുക്ക് പരിശോധിക്കാം. അഞ്ചാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി രക്തസ്രവമുള്ള സ്ത്രീ. ആ ഉത്തരം ശരിയാണോ? ഉത്തരം വളരെ ശരിയാണ്. സമ്മാനത്തുക 1000 നിന്ന് 1500 എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യങ്ങൾ വരുമ്പോൾ അതിന്റെ ഉത്തരം അറിയില്ല എന്നാണെങ്കിൽ മത്സരം അവിടെ അവസാനിപ്പിക്കാം. ഉത്തരം പറയാൻ പരിശ്രമിക്കേണ്ട, മത്സരം അവിടെ അവസാനിപ്പിച്ചാൽ ഇപ്പോൾ ഏത് തുകയിൽ നിൽക്കുന്നു ആ തുകയുമായിട്ട് നമുക്ക് മടങ്ങി പോകാവുന്നതാണ്. പെട്ടെന്നൊരു ടെൻഷൻ എടുത്ത് ഉത്തരം പറയാൻ ശ്രമിക്കേണ്ട. തെറ്റിച്ച് 1000 രൂപയിലേക്ക് മടങ്ങി പോകണ്ട. ഇപ്പൊ 1500 എത്തിയിട്ടുണ്ട്. മത്സരം അവിടെ അവസാനിപ്പിച്ചാൽ ആ തുകയായിട്ട് മടങ്ങി പോകാവുന്ന. ഞാൻ പറഞ്ഞു, മനസ്സിലായല്ലോ? ഇപ്പൊ പ്രേക്ഷകരെ, നിങ്ങൾക്കുള്ള ഉത്തരത്തിലേക്ക് നയിക്കുന്ന രണ്ടാമത്തെ സൂചന കൂടെ നൽകുകയാണ്. ഇതാണ് നിങ്ങൾക്കുള്ള ഉത്തരത്തിന്റെ രണ്ടാമത്തെ സൂചന. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ രണ്ടാം സൂചന: യഹോവയുടെ ചട്ടങ്ങളെ പ്രമാണിക്കാത്ത ഇസ്രായേൽ മക്കൾക്കായി അവരെന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതൊന്നും പുറപ്പെടുവിക്കരുതെന്നാണ് യഹോവ എന്നോട് കൽപ്പിച്ചിരുന്നത്. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. ആറാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം,
കിലിക്കിയയിലെ തർസോസിൽ ജനിച്ച യഹൂദൻ ആരാണ്? ഓപ്ഷൻ എ പത്രോസ്, ഓപ്ഷൻ ബി അനന്യാസ്, ഓപ്ഷൻ സി കൊർന്നല്യോസ്, ഓപ്ഷൻ ഡി പൗലോസ്. ഇതിൽ ആരാണ് കിലിക്കിയയിലെ തർസോസിൽ ജനിച്ചത്? തർസോസിൽ ജനിച്ചു. ഓപ്ഷൻ ഡി പൗലോസ്. ഓപ്ഷൻ ഡി പൗലോസ് ഉറപ്പിക്കുകയാണ്? സംശയമില്ല? സംശയമില്ല. ഓക്കെ, ഓപ്ഷൻ ഡി പൗലോസ് ഉത്തരം ഉറപ്പിക്കുകയാണ്. അനന്യാസ് ഒരു യഹൂദനാണ്. അതെ. അനന്യാസിനെ കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അനന്യാസിനെ പറഞ്ഞിട്ടില്ലെന്നാണ് ഒരു ഉറപ്പല്ലേ? തോൽക്കൊല്ലനായ കൊർന്നല്യോസിന്റെ വീട്ടിൽ താമസിച്ചു. ആരാ? പത്രോസ് ആണോ പൗലോസ്? ഒരാള് താമസിച്ചു. മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലേ? പൗലോസ്. പൗലോസ് ആണ് തർസൂസുകാരൻ എന്നാ ചിന്തിക്കുന്നേ. അതെ അതെ. ആ ചിന്ത ശരിയാണോ, ആ ധാരണ ശരിയാണോ ഇല്ലയോ നമുക്ക് നോക്കണ്ടേ? നോക്കണം. നോക്കാം. ഇപ്പൊ 6ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ ഡി പൗലോസ് ഉത്തരം ശരിയാണോ? ഓപ്ഷൻ ഡി പൗലോസ് ഉത്തരം വളരെ ശരിയാണ്. കൺഫ്യൂഷൻ തന്നെന്നോ? കൺഫ്യൂഷൻ ഒന്നുമില്ല. അല്ല, ആണോന്ന് എന്നോട് ചോദിച്ചില്ലേ? ആണോന്ന് ചോദിക്കുമ്പോ മത്സരാർത്ഥി ഉറപ്പിച്ച് പറയണം, ആണ് എന്ന് പറയണം, അങ്ങനെ ധൈര്യം പറയണം. അതിനു വേണ്ടിയിട്ടാണ് വീണ്ടും ചോദിക്കുന്നത്. ഓക്കെ, ടെൻഷൻ ഉണ്ടോ? ഇല്ല. ഒരു 16 വയസ്സ് വരെ സൺഡേ സ്കൂൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ബാപ്റ്റിസ്റ്റ് ചർച്ചായിരുന്നു. പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ 2ാമത്തെ ചോദ്യത്തിനൊക്കെ ഉത്തരം തെറ്റിയല്ലോ പഠിപ്പിച്ചിട്ട് ടീച്ചർക്ക്. ഏതാണ്? മറിയയുടെ കാര്യങ്ങളൊക്കെ വന്നപ്പോ. അത് മറിയെ കുറിച്ചൊന്നും ബാപ്റ്റിസ്റ്റുകാർ പഠിപ്പിക്കുന്നില്ലല്ലോ. ബാപ്റ്റിസ്റ്റിന്റെ സൺഡേ സ്കൂൾ, അവിടെ സൺഡേ സ്കൂളിൽ കാര്യങ്ങളൊക്കെ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ചർച്ചായിരുന്നു. അപ്പോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യത്തിന്റെ 3ാമത്തെ സൂചന കൂടെ നൽകിയിട്ട് നമുക്ക് ഈ ചോദ്യത്തിലേക്ക് പോകാം. പ്രേക്ഷകരെ, ഇതാണ് നിങ്ങൾക്കുള്ള ഉത്തരത്തിലേക്ക് നയിക്കുന്ന 3ാമത്തെ സൂചന. വേഗത്തിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ അറിയിക്കുക. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 3ാം സൂചന: യഹോവയുടെ ആലയത്തോടുള്ള ബന്ധത്തിൽ തിരുവചനത്തിന്റെ പല ഭാഗങ്ങളിലും എന്നെ കാണാം. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. നമുക്ക് മടങ്ങി വരാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2ാമത്തെ റൗണ്ടിലെ 3ാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ദൂതൻ പറഞ്ഞതായി സുവിശേഷത്തിൽ രേഖപ്പെടുത്താത്തത്? സുവിശേഷത്തിൽ രേഖപ്പെടുത്താത്തത്. ഓപ്ഷൻ എ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? ഓപ്ഷൻ ബി സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ഓപ്ഷൻ സി ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസ്രയനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. ഓപ്ഷൻ ഡി നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോക. ചോദ്യം മനസ്സിലായെന്ന് കരുതുകയാണ്. ഇതെല്ലാം ദൂതൻ പറഞ്ഞിട്ടുള്ളതാണ്. ദൂതൻ പറഞ്ഞതായി സുവിശേഷത്തിൽ രേഖപ്പെടുത്താത്തത് ഇതിൽ ഏതാണ്? ബി ഓപ്ഷൻ. ബി ഓപ്ഷൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണോ ഉത്തരം? ഈ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിർത്തിയാൽ 2000 രൂപയായിട്ട് മടങ്ങിപ്പോകാം. അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ അവസാനിപ്പിക്കണം. തെറ്റായ പുരുഷന്മാരെന്ന് പറയുന്ന ശിഷ്യന്മാരോട് അല്ല, അത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ചോദ്യം. സുവിശേഷത്തിൽ രേഖപ്പെടുത്താത്തത് അത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പരിശോധിക്കണം. സുവിശേഷത്തിൽ രേഖപ്പെടുത്ത ആദ്യത്തെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ ഭാഗങ്ങളിൽ രേഖപ്പെടുത്താത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഈ 4 സെന്റൻസുകളിൽ സുവിശേഷത്തിൽ രേഖപ്പെടുത്താത്തത് ഏതാണ്? ആദ്യത്തെ 4 സുവിശേഷത്തിൽ രേഖപ്പെടുത്താത്ത ഒരു വരി ഇതിലുണ്ട്, അത് തിരിച്ചറിയുക. ഓപ്ഷൻ എ ആണോ? ഗലീല പുരുഷന്മാരെ നിങ്ങൾ ഉറപ്പിക്കുകയാണോ? നോക്കി നിൽക്കുന്ന എന്ത്? അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തിയിലാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ഏതാണ് ഉത്തരം ഉറപ്പിക്കുന്നത്? ഓപ്ഷൻ എ ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ എ ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? അത് ഉറപ്പിക്കുകയാണ്. ഉറപ്പിക്കാം. ഓപ്ഷൻ എ. അപ്പം സ്ത്രീയെ നീ കരയുന്നത് എന്തിനാ ചാടി കയറി പറഞ്ഞത്? ഇപ്പൊ കരയേണ്ടി വന്നേന്. ഞങ്ങൾ ഇവിടെ നിന്ന് ചോദിക്കേണ്ടി വന്നേന്, സ്ത്രീയെ നീ കരയുന്നത് എന്തിനു?
അപ്പം വളരെ ശ്രദ്ധിച്ച് ഉത്തരം നൽകുക, വിവേകം ഉണ്ടാകുക, പറവാൻ താമസവും കേൾപ്പാൻ വേഗതയോട് കേൾക്കുക. പറവാൻ താമസം എന്നാണ് വചനം തന്നെ പറയുന്നത്. ചില താമസിച്ച് പറഞ്ഞാലും വേണ്ടിയിട്ട് ശരിയായ ഉത്തരം പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് പരിശോധിക്കാം. 7ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്താ? ഉത്തരം ശരിയാണോ? ഓപ്ഷൻ എ ഉത്തരം വളരെ കൃത്യമാണ്. 2500 രൂപ സമ്മാന തുകയിൽ എത്തിയിട്ടുണ്ട്. അടുത്തത് 8ാമത്തെ ചോദ്യം, ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം 3000 രൂപയുടെ ചോദ്യമാണ്. ചോദ്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ ചാടിക്കയറി ഉത്തരം പറയണ്ട, അവസാനിപ്പിച്ചോണം, അല്ലെങ്കിൽ ചിന്തിച്ചോണം. 2500 രൂപയിൽ എത്തി നിൽപ്പുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 2ാമത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം, കാര്യസ്ഥൻ എന്ന പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവരിൽ ആരെ കുറിച്ചാണ്? ഓപ്ഷൻ എ സത്യാത്മാവിനെ കുറിച്ച്, ഓപ്ഷൻ ബി യേശു ക്രിസ്തുവിനെ കുറിച്ച്, ഓപ്ഷൻ സി ദൈവദൂതനെ കുറിച്ച്, ഓപ്ഷൻ ഡി ഓപ്ഷൻ എയും ബിയും, എ ആൻഡ് ബി. കാര്യസ്ഥൻ എന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവരിൽ ആരെ കുറിച്ചാണ്? ഓപ്ഷൻ എ സത്യാത്മാവ്. ഓപ്ഷൻ എ സത്യാത്മാവ് ഉറപ്പിക്കുകയാണ്. ഉത്തരം അറിയില്ലെങ്കിൽ വേണമെങ്കിൽ അവസാനിപ്പിക്കാം. അവസാനിപ്പിച്ചാൽ 2500 മടങ്ങിപ്പോകാം. സംശയം ഉണ്ടെങ്കിൽ അവസാനിപ്പിക്കാം. ഞാനൊരു ഓപ്ഷൻ മുമ്പിലേക്ക് വെക്കുകയാണ്. ഞാൻ വായിച്ചത് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ ഞാൻ പോയ ശേഷം. ശരിയാണ്. അത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് മാത്രമാണോ പറഞ്ഞിരിക്കുന്നത്? അതെ, ഞാൻ പോയ ശേഷം പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ വരും എന്നൊരു ഉറപ്പിലാണ് നിൽക്കുന്നത്. സകല സത്യത്തിലും ആത്മാവിലും വഴി നടത്തും എന്നാണ് വചനത്തിൽ, അങ്ങനെയാണ് വായിച്ച എന്റെ അറിവ്. അല്ല, ഇനി സംശയം ഉണ്ടെങ്കിൽ ഇവിടെ അവസാനിപ്പിച്ച് 2500 പോകണം. അല്ലെങ്കിൽ ഉത്തരം തെറ്റിപ്പോയാൽ 1000 മടങ്ങി പോകേണ്ടി വരും. ഏത് തിരഞ്ഞെടുക്കുന്നു? മത്സരം അവസാനിപ്പിക്കുന്നു. സത്യാത്മാവെന്നുള്ളതാണ് എന്റെ ആൻസർ. സത്യാത്മാവെന്നുള്ളത് അതിന്റെ ആൻസർ എന്ന് ചിന്തിക്കുന്നു. അതെ, അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത് ശരിയല്ലെങ്കിലോ? ശരിയല്ലെങ്കിൽ നഷ്ടപ്പെടും. പിന്നെ ഓപ്ഷൻ ഡി ആണ്, എ ആൻഡ് ബി ആണ്. ഓപ്ഷൻ ഡി, എ ആൻഡ് ബി പോകണമെന്നോ? അത് തെറ്റിപ്പോയാലും പ്രശ്നമാണ്. ഒന്നെങ്കിൽ അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉത്തരവായിട്ട് മുന്നോട്ട് അവസാനിപ്പിക്കാൻ ഞാൻ നിർബന്ധിക്കുകയല്ല, ഇതൊരു സഹായമാണ് എന്ന് തിരിച്ചറിയട്ടെ. അപ്പൊ അവസാനിപ്പിക്കുകയാണ്. മത്സരം ഇവിടെ ക്വിറ്റ് ചെയ്യാണ്. അതൊരു കൺഫ്യൂഷൻ ഉണ്ട് അതിനകത്ത്. ഉത്തരമായിട്ട് മുന്നോട്ട് പോവാണെങ്കിൽ എ തന്നെ. എ ആണ്. ഉത്തരവായിട്ട് മുന്നോട്ട് പോവാണ്. പക്ഷെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുന്നു. അപ്പൊ മത്സരം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഏതായാലും നല്ല രീതിയിൽ പങ്കെടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ മത്സരിച്ചിട്ടുണ്ട്. ഇതുവരെ ഉത്തരം കൃത്യമായിട്ട് പറയാൻ പരിശ്രമിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ ഏതൊരാൾക്കും വന്ന് പങ്കെടുക്കാൻ കഴിയും. ടീച്ചർ, എനിക്ക് തോന്നുന്നു ടീച്ചറിന്റെ മനസ്സിലൊരു താല്പര്യമായിരുന്നു ഇതിനകത്ത് പങ്കെടുക്കണം എന്നുള്ളത്. ടീച്ചർ വന്നു, ധൈര്യമായിട്ട് പങ്കെടുത്തു. പ്രേക്ഷകരെ ശ്രദ്ധിക്കുന്ന നിങ്ങളോടും കൂടെ പറയുകയാണ്, നിങ്ങൾക്കും പങ്കെടുക്കാൻ അവസരമുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിലെ താല്പര്യം ടീച്ചറിനെ പോലെയുള്ള ആളുകൾ വന്ന് ധൈര്യത്തോടെ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്കും നിശ്ചയമായിട്ടും പങ്കെടുക്കാവുന്നതാണ്. ഞങ്ങൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ഡീറ്റെയിൽസുകൾ അയച്ച് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. പ്രോഗ്രാം വാച്ച് ചെയ്യുക. നിങ്ങളുടെ കമന്റുകളും നിർദ്ദേശങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഇനി ഇത് തുടരുകയാണെങ്കിൽ ടീച്ചർ തിരഞ്ഞെടുക്കുന്ന ഉത്തരം ഓപ്ഷൻ എ സത്യാത്മാവ്. അതല്ലേ തിരഞ്ഞെടുത്ത ഉത്തരം? നമുക്ക് നോക്കാം. ഓപ്ഷൻ എ സത്യാത്മാവ് എന്ന ഉത്തരം നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ നമ്മൾ ഇനി പരിശോധിക്കുകയാണ് ഓപ്ഷൻ എ സത്യാത്മാവ് എന്ന ഉത്തരം ശരിയാണോ എന്ന് പരിശോധിക്കാം. ഓപ്ഷൻ എ സത്യാത്മാവ് എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരം തെറ്റാണ്. യോഹന്നാന്റെ ലേഖനത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് കാര്യസ്ഥൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ യേശു ക്രിസ്തു കാര്യസ്ഥൻ എന്ന് വചനം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഡി, ഓപ്ഷൻ ഡി, എ ആൻഡ് ബി ആണ് ഉത്തരം ശരി. അപ്പൊ നിരാശപ്പെടണ്ട. 2500 രൂപ സമ്മാനത്തുക മത്സരം അവസാനിപ്പിച്ചതുകൊണ്ട് അവിടെ സേഫ് ആയിട്ടുണ്ട്. ടീച്ചർ വന്നു, നല്ല രീതിയിൽ മത്സരിച്ചു. എന്ത് തോന്നുന്നു ഈ മത്സരത്തിൽ പങ്കെടുത്തതിനെ കുറിച്ച്? മത്സരത്തിൽ പങ്കെടുത്തിട്ട് എനിക്ക് സന്തോഷമായിരുന്നു. കാരണം
ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ഷൂട്ടിംഗ് സ്റ്റുഡിയോയിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. പിന്നെ അതൊന്ന് പിന്നെ എല്ലാവരോടുമായിട്ട് പരിചയപ്പെടാൻ പറ്റി. ഞാൻ എപ്പോഴും ഗുഡ് ന്യൂസിന്റെ ചാനലിനകത്ത് ഇത് ഷൂട്ടിങ് കാണുന്നതാണ്. അപ്പം അത് കാണുന്നുണ്ട്. എപ്പോഴും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അത് തന്നെയല്ല, ബൈബിൾ ക്വിസിൽ പങ്കെടുക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. കാരണം ചർച്ചിലും ഒക്കെ നേരത്തെ മുതൽ നടക്കുമ്പോൾ ആ ബാപ്റ്റിസ്റ്റ് ചർച്ചിലൊക്കെ ഫസ്റ്റ് തന്നെയായിരുന്നു ബൈബിൾ ക്വിസ്, ബൈബിൾ റെഫറൻസ് എല്ലാത്തിനും. സൺഡേ സ്കൂളിലാണെങ്കിലും ഫസ്റ്റ് ആയിരുന്നു. കാരണം മെയിൻ ആയിട്ട് പറയുമ്പോ എന്റെ അമ്മയെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. അമ്മ ഇപ്പൊ ഇല്ല. അമ്മയാണ് 3 വയസ്സായപ്പോ അക്ഷരം എഴുതിപ്പിച്ചിട്ട് അമ്മ തന്നെ ആദ്യം വായിക്കാൻ പഠിപ്പിച്ചത് ബൈബിളാണ്. കാരണം ആ ഒരു അറിവാണ് ഏറ്റവും വലിയൊരു അറിവ്. അതുപോലെ അമ്മ ഹിന്ദിയും പഠിപ്പിച്ചു. അതിൽ നിന്ന് ഇവിടെ വരെ എത്തി. നീ മുന്നോട്ട് പോകുമ്പോഴും കർത്താവ് സഹായിക്കട്ടെ. ഇനിയും കുഞ്ഞുങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കാൻ, ബൈബിൾ വായിക്കാൻ, നിരവധി മത്സരങ്ങൾ പങ്കെടുക്കാൻ, വിജയിക്കാനൊക്കെ അവസരം ലഭിക്കട്ടെ എന്ന് എല്ലാ പ്രാർത്ഥനകളും ആശംസകളും ടീച്ചർക്ക് ബൈബിൾ ബ്രെയിൻസിന്റെ ഭാഗത്ത് നിന്ന് നേരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രിയ ടീച്ചർ വന്ന് മത്സരിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങൾ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വന്ന് മത്സരിക്കാം. ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ്. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ കണ്ടുമുട്ടുന്നവരെ എല്ലാ പ്രേക്ഷകർക്കും ബൈബിൾ ബ്രെയിൻസിന്റെ ഗുഡ് ബൈ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിനും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9443737226 94005209. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live.